എറണാകുളത്തെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മേൽശാന്തിമാരുടെ സഹായികളായി എത്തുന്നവരെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ആവശ്യമായിരുന്നു. കൊച്ചിൻ ദേവസ്വം കമ്മീഷണർക്ക് പൊതുപ്രവർത്തകനായ NK മോഹൻദാസ് പരാതി കൊടുത്തു. ഭക്തരെ തട്ടിപ്പിന് ഇരയാക്കിയതിന് പുറത്താക്കപ്പെട്ടവരും വീണ്ടും മേൽശാന്തിയുടെ സഹായി വരുന്നവരും കാരണമാകുന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. പരാതിയിൽ എത്രമാത്രം കഴമ്പുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും പരാതിയുടെ പകർപ്പ് 24 ലഭിച്ചു. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. കൊച്ചി, ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ പോലീസിൻ്റെയോ ദേവസ്വം അധികാരികളുടെയോ ശ്രദ്ധയിൽ ഇതിനു മുമ്പ് പെട്ടിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ ഈ പരാതിയെക്കുറിച്ച് നമ്മൾ കൊച്ചി ദേവസ്വം ബോർഡിലെ കമ്മീഷണറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിരുന്നു. ഈ പരാതിയിൽ എത്രത്തോളം വസ്തുതകളുണ്ട് എന്നുള്ളത് അന്വേഷണ പരിധിയിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമല പോലെ തന്നെ 1 വർഷമാണ് ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെയും മേൽശാന്തിയുടെ കാലാവധി. ഈ മേൽശാന്തിയുടെ സഹായികളായി വരുന്നവർ, അത് ഓരോ മേൽശാന്തി മാറുമ്പോഴും ഈ സഹായികൾക്ക് വലിയ മാറ്റമില്ലാതെ അവരവിടെ ചുറ്റിത്തിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത്തരക്കാർ അവിടെ ഭക്തരെ ചില തട്ടിപ്പുകൾക്ക് ഇരയാക്കുന്നുണ്ട്. ഇല്ലാത്ത പൂജകളുടെ പ്രസാദം നൽകുക, അത്തരത്തിലുള്ള ചില തട്ടിപ്പുകൾക്ക് ഇരയാക്കുന്നതായിട്ട് ദേവസ്വം ബോർഡിനും വിവരം ലഭിച്ചിരുന്നു. ഇതിൽ അന്വേഷണം നടക്കുകയാണ്. അത്തരക്കാർ ഉൾപ്പെടെ അവിടെ ഉള്ളതാണ് ഈ പരാതിയുടെ അടിസ്ഥാനം എന്നുള്ളതാണ് ദേവസ്വം കമ്മീഷണറും പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കർശനമായ നടപടികൾ ഉണ്ടാകും അന്വേഷണത്തിന് ശേഷം എന്നുള്ളതാണ് ദേവസ്വം കമ്മീഷണർ അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയത്. ഏതായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഇടയാക്കാനും അവിടെ സഹായികളായി വരുന്ന ആളുകൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നിർബന്ധമാക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുമെന്നും ദേവസ്വം അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.